ലക്ഷ്യം ഏതുമാകട്ടെ, ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എടമുട്ടം ക്രിസ്തുരാജ ദേവാലയത്തിലെ ഇടവക ജനങ്ങൾ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ക്രിസ്തുരാജ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് പുളിഞ്ചോട് സെന്റർ വരെ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധ റാലി നടത്തി. റാലിക്ക് വികാരി ഫാദർ ജിബിൻ നായത്തോടൻ, ട്രസ്റ്റിമാരായ ടോണി താടിക്കാരൻ, ആന്റണി ആയനിക്കൽ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ബിന്നി ആലപ്പാട്ട്, മറ്റു സംഘടനാ ഭാരവാഹികളും നേതൃത്വം നൽകി. നമുക്ക് ജാമ്യം കിട്ടി, എന്നാൽ പോലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മതപരിവർത്തനമാണ് അവർ പറയുന്ന ഒരു വലിയ കാര്യം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ക്രൈസ്തവ മതം 2.4%. ഇന്ന് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ കണക്ക് നിങ്ങൾക്കറിയാവോ? 2.3 എന്ന് പറഞ്ഞാൽ 1% കുറഞ്ഞു എന്ന് ചുരുക്കം. എവിടെയാണ് നമ്മൾ മതം മാറ്റിയത്? തോമസ് ലീഹ കേരളത്തിലേക്ക് വന്ന് AD 52 2000 വർഷമാകാൻ പോകുന്നു തോമസ് ലീഹ വന്നിട്ട് ക്രൈസ്തവ മതം ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു തുടങ്ങിയിട്ട്. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ഭാരതം മുഴുവനും ക്രൈസ്തവരായില്ല? നമ്മുടെ ലക്ഷ്യം മതമാറ്റമല്ല യഥാർത്ഥത്തിൽ. പലപ്പോഴും അതിനെ തെറ്റിദ്ധരിച്ച് കാണുകയാണ്. മദർ തെരേസ ശുശ്രൂഷ ചെയ്തത് മതമാറ്റാനായിരുന്നു. അങ്ങനെയാണെങ്കിൽ കൽക്കത്ത മുഴുവൻ ക്രൈസ്തവരായിരുന്നേ. മദർ തെരേസ ശുശ്രൂഷിച്ചത് മതം നോക്കിയോ ജാതി നോക്കിയോ ആയിരുന്നില്ല. മനുഷ്യരാണോ മദർ തെരേസ ശുശ്രൂഷിച്ചത്? +1 +2 ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ്, റിപ്പീറ്റേഴ്സ് ബാച്ച്, കൂടാതെ നീറ്റ്, JEE എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ? ഇനി ഒട്ടും പേടിക്കണ്ട. മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട്. അബ്രോഡ് സ്റ്റഡീസിനായി IELTS, OET, PTE, സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മാ അക്കാഡമിയിൽ. We provide excellent library, expert faculties, regular exams, online, offline and hybrid classes with well-furnished digital AC classroom. നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ, ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം.